കെജ്രിവാളിൻ്റെ ഇന്നത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ റിപ്പബ്ലിക് ചാനലിൻ്റെ അധിപൻ അർണാബ് അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നു, വാട്ട് ഈസ് യുവർ സ്പിരിറ്റ് ബിഹൈൻഡ് ഓഫ് ദിസ് സത്യാഗ്രഹ? അണ്ണാ ഹസാരെ കൊണ്ടുവന്ന് സത്യാഗ്രഹം നടത്തി. അപ്പോൾ അവിടെ വെച്ച് ചോദിക്കുന്നുണ്ട്, RSS അല്ലേ ഇതിൻ്റെ പിന്നിൽ? അദ്ദേഹം പറയുന്നു, RSS അല്ല. അണ്ണാ ഹസാരെയുമായിട്ടുള്ള ആ വലിയ സത്യാഗ്രഹത്തിൻ്റെ പിന്നിൽ അതിൻ്റെ സ്പിരിറ്റിനെ പറ്റി ചോദിച്ചിട്ട് അർണാബ് വീണ്ടും ചോദിക്കുന്നു, ഹാവ് യു എനി പ്ലാൻ ടു എൻ്റർ ദ പൊളിറ്റിക്സ്? അപ്പോൾ ഇദ്ദേഹം പറയാണ്, നത്തിങ് എൽസ്. എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച്, സ്വന്തം കുഞ്ഞുങ്ങളെ വെച്ച് ആണയിട്ടുകൊണ്ട് ഈ മനുഷ്യൻ, ഈ കെജ്രിവാൾ പറയാണ്, ഞാൻ രാഷ്ട്രീയത്തിലേക്കില്ല, ഞാൻ രാഷ്ട്രീയത്തിൽ മത്സരിക്കില്ല, ഞാൻ രാഷ്ട്രീയമായ ഒരു അധികാരവും എനിക്ക് വേണ്ട, എനിക്ക് ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ, ഇന്ത്യ എന്ന് പറയുന്നത് കറപ്ഷനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്, ഞാൻ ആ പോരാട്ടത്തെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്ന് വൈറലാണ്. അർണാബിൻ്റെ, ഒരുപക്ഷെ നമ്പ്യാരുടെ കയ്യിൽ അതുണ്ടാവും. അർണാബിൻ്റെ ഇൻ്റർവ്യൂ വൈറലാണ്. എന്താ ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാം ഉണ്ടായത് എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച മറ്റേ യോഗേന്ദ്ര യാദവ് ഉണ്ട്. ആ യോഗേന്ദ്ര യാദവിനെ, യോഗേന്ദ്ര യാദവിൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആപ്പിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു. ആപ്പിൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാനുണ്ട് ആ ചർച്ചയിൽ, യോഗേന്ദ്ര യാദവ് ഉണ്ട് ആ ചർച്ചയിൽ. എനിക്ക് തോന്നുന്നു അതൊരു ഇംഗ്ലീഷ് ചർച്ചയാണ്, ടൈംസ് നൗ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ടൈംസ് നൗവിൻ്റെ ചർച്ചയിൽ ഇപ്പോൾ പറഞ്ഞ ഡേവിഡും മറ്റേ ഈ ഡേവിഡിൻ്റെ കാര്യം, ഈ ബൈബിളിലെ ആ കഥയുടെ പേരം, ദാവിദിൻ്റെയും ഡേവിഡിൻ്റെയും കഥ, അന്ന് അദ്ദേഹം ഗോലിയാത്തിനെ വെച്ചുകൊണ്ട് അത് പറയുകയുണ്ടായി. ഗോലിയാത്ത് എന്ന് പറയുന്ന രാക്ഷസനെ ഈ പയ്യൻ വന്നിട്ട് തകർക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് അദ്ദേഹം, യോഗേന്ദ്ര യാദവ് അന്ന് പറഞ്ഞത് എനിക്കിന്ന് ഓർമ്മയുണ്ട്. പക്ഷേ ആ പയ്യൻ്റെ കയ്യിലുള്ള കാപട്യം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. അതിൽ ഏറ്റവും ആദ്യം മനസ്സിലായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് സുബ്രഹ്മണ്യ സ്വാമി. ആ സുബ്രഹ്മണ്യ സ്വാമിയാണ് വാസ്തവത്തിൽ ഡൽഹിയിലെ ഗ്രൗണ്ടിലേക്ക് പോകാതിരുന്ന ആൾ. സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു, അണ്ണാ ഹസാരെ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ അതിനകത്തൊരു കള്ളനുണ്ട്, അവൻ അണ്ണാ ഹസാരെ കൊണ്ട് വിൽക്കും. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയോട് അന്ന് ഇലക്ഷനൊന്നും നടന്നിട്ടില്ല, അന്ന് ആപ്പ് രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആയിട്ടില്ല. അപ്പോൾ അന്ന് സുബ്രഹ്മണ്യ സ്വാമി പറയാണ്, എനിക്കറിയാം അയാൾ ഹീസ് ആൻ ഹിപ്പോക്രാറ്റ്, ഒരു കാപട്യത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവാണ് അയാൾ, സുബ്രഹ്മണ്യ സ്വാമി. ആ സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞ അക്ഷരാർത്ഥം, അതുകൊണ്ട് ഞാൻ വരില്ല ഗ്രൗണ്ടിലേക്ക്. എല്ലാവരും പോയി, ബാബാ രാംദേവ് പോയി, RSSൻ്റെ കുറേ ആളുകൾ പോയി, പലരും പോയി, BJPക്കാർ തന്നെ പോയി ആ സമരം കണ്ടിട്ട്. പക്ഷേ സുബ്രഹ്മണ്യ സ്വാമി പോയില്ല. ഞാൻ സുബ്രഹ്മണ്യ സ്വാമി പോയില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇയാളൊരു കാപട്യക്കാരനാണ്. അത് കൃത്യമായി കണ്ടു. യോഗേന്ദ്ര യാദവിനെ അടക്കമുള്ള ആളുകളെ ചവിട്ടി പുറത്താക്കി. അതിനുശേഷം ഇറക്കം കുറഞ്ഞ ഒരു ഷർട്ടിടും, എന്നിട്ട് അത് കോളർ വരെയുള്ള മറ്റേ ബട്ടൺസ് ഇടും, എന്നിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ ഈ മഞ്ഞ് വരുമ്പോൾ ആ മഞ്ഞ് കൊള്ളാതിരിക്കാനുള്ള ഒരു ഫ്ലാനറുണ്ട്. ആ ഫ്ലാനർ കഴുത്തിൽ ചുറ്റും. കാരണം ഇതാണ് ഈ ഓടിക്കുന്ന ഓട്ടോറിക്ഷക്കാർ തലയിൽ ചുറ്റുന്നത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനോട് എനിക്കൊരു വിരോധവുമില്ല. ആപ്പ് അവിടെ ജയിച്ചു വരുന്നതിനോ ആപ്പ് ഇന്ത്യയിൽ ജയിക്കുന്നതിനോ ഒന്നും BJPക്ക് ഒരു വിഷയവുമില്ല. പക്ഷേ രാജ്യം എന്ന വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെ പറഞ്ഞത്. അണ്ണാ ഹസാരെ BJP അല്ലല്ലോ, അണ്ണാ ഹസാരെ RSSകാരനും അല്ല, BJPക്കാരനും അല്ല. അദ്ദേഹം ഒരു ഗാന്ധിയനാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹം എന്താണ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് സ്വയം അല്ലേ, എന്താണ് പറഞ്ഞതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ സ്വയം കൃത അനർത്ഥം, അതാണ് അദ്ദേഹത്തിന്. മദ്യം ഉപയോഗിക്കില്ല, മദ്യം കൊടുക്കില്ല, മദ്യം എന്ന് പറയുന്ന സാധനം നമുക്കേത് കാരണവശാലും ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവൻ മദ്യത്തിന് സമയം കൂട്ടി പുലർച്ചെ 3 AM വരെ. മദ്യം എന്ന് പറയുന്നത് ഒരു കുപ്പി ഫ്രീ. കേരളത്തിലില്ല. കേരളം മദ്യം കൊണ്ട് ജീവിക്കുന്നതാണ്. പക്ഷെ കേരളത്തിൽ ഒരു കുപ്പി ഫ്രീ ഉണ്ടോ? ഇല്ല. കാരണം എന്താ? മദ്യനയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ ഔട്ട്ലെറ്റുകൾ നടത്തുന്നത് സംസ്ഥാന സർക്കാരാണ്. ഷീലാ ദീക്ഷിതിൻ്റെ കാലത്ത് അഴിമതി പറഞ്ഞ് അധികാരത്തിൽ വന്ന ആപ്പ് ഈ കെജ്രിവാള് ഷീലാ ദീക്ഷിത് ചെയ്ത കാര്യത്തെ നേരെ തിരിച്ചു. ഷീലാ ദീക്ഷിത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു.
അതിനെ നേരെ കൊണ്ടുവന്ന് പ്രൈവറ്റ് ഉടമസ്ഥതയിലാക്കി. എന്നിട്ട് ഏറ്റവും വലിയ പാതകം 326 രൂപ 326 പൈസ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് 1 രൂപ 29 പൈസയാക്കി. എന്നിട്ട് 33 രൂപ ഔട്ട്ലെറ്റിൽ റീറ്റെയിലിൽ ലാഭം ഉണ്ടായവന് 400 രൂപ ലാഭം കൊടുത്തു. നിങ്ങൾ ആലോചിക്കേ. എന്നിട്ട് ഇത് മുഴുവനും അയാളുടെ സ്വന്തക്കാർക്കും അയാളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും പൈസ മേടിച്ചു കൊടുത്തു. അങ്ങനെ ഇത് മുഴുവൻ കണ്ടെത്തിയപ്പോഴാണല്ലോ കവിത അറസ്റ്റിലായത്, കവിതയുടെ ബിനാമി അറസ്റ്റിലായത്, കവിതയുമായി ബന്ധപ്പെട്ട ആളുകൾ അറസ്റ്റിലായത്, ഡിസ്റ്റിലറിക്കാർ അറസ്റ്റിലായത്, സഞ്ജയ് സിംഗ് അറസ്റ്റിലായത്, സിസോദിയ അറസ്റ്റിലായിട്ട് 1 വർഷം കഴിഞ്ഞു. സുപ്രീം കോടതിയും ഹൈക്കോടതിയിൽ ഇവർ തിരുത്തൽ ഹർജി കൊടുത്തിട്ട് വലിച്ചു കൊട്ടയിലിട്ടു. സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ ഇരിക്കുന്ന ആർഎസ്കാരും BJP-കാരൊന്നും അല്ലല്ലോ, വലിച്ചു കൊട്ടയിലിട്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ തെളിവുണ്ട്.